നമസ്കാരം, സോഴ്സാറാണ്. നമ്മളിന്ന് +1 മാത്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 20 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് തരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇതൊന്ന് കാണുക. നല്ല ക്വസ്റ്റ്യൻസുകളും നല്ല മെത്തേഡ്സുകളുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് +1ന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിന്റെ നോട്ട്സുകളും പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റും ക്വസ്റ്റ്യൻ പാക്കേജും എല്ലാം കിട്ടും. ആകെ ഇത്രയും മാത്രമേ ഉള്ളൂ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള y² = -12x. -12x എന്ന് പറയുന്ന പരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അപ്പൊ ലാറ്റസ് റെക്റ്റത്തിന്റെ വാല്യൂ ചോദിച്ചാൽ നിങ്ങൾ ആ -12x ആ എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ ആരാമാണ്? 12 അല്ലയോ? അതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ലാറ്റസ് റെക്റ്റത്തിന്റെ ആൻസർ എത്രയാണ്? 12. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നീളമാണ്. ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഒരു കോഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റസ് റെക്റ്റം. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ലൈൻ y = 2x + 5. ഈ ലൈനിന്റെ സ്ലോപ്പിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ y = 2x + 5 എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് y = mx + c മാതിരി കിടക്കുമല്ലയോ? അപ്പൊ എക്സിന്റെ കൂടെ വരുന്നതാണ് നമ്മുടെ സ്ലോപ്പ്. ഇവിടെ എക്സിന്റെ കൂടെ ആരാ? 2 അല്ലയോ? കറക്റ്റ് y = 2y എന്നും 3y എന്നും ഇല്ല, വെറും y എന്നാണ്. വെറും y = എന്ന് വന്നാൽ ആ എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ ആണ് അതിന്റെ സ്ലോപ്പ്. therefore സ്ലോപ്പ് എത്ര? 2. അത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, a is a subset of b, then what is a - b? a b യുടെ സബ്സെറ്റ്. a b യുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ a ചെറിയ സെറ്റ്, b വലിയ സെറ്റ് കേട്ടോ. a is a subset of b. a ചെറുത്, b വലുത്. അങ്ങനെയാണ് a - b കിട്ടുന്നത്. നമുക്കൊരു നൾ സെറ്റ് ആയിരിക്കും, 5 ആയിരിക്കും. നെക്സ്റ്റ്, a യൂണിയൻ a കോംപ്ലിമെന്റ്. എയും എയുടെ കോംപ്ലിമെന്റ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റ് സെറ്റും തമ്മിലുള്ള യൂണിയന് കൂടെ കിട്ടുന്നത് നമ്മുടെ ഫുൾ സെറ്റ് u ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, a ഇന്റർസെക്ഷൻ a കോംപ്ലിമെന്റ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ഇതാണ്. a is a subset of b, a - b 5. Next, a is a subset of b, then a union b, a union a complement, then a is a subset of b, then a intersection a complement = 5. എല്ലാം ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? a is a subset of b എന്ന് വെച്ചുകൊണ്ടുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ്. നെക്സ്റ്റ്, നമുക്ക് 5യുടെ കോംപ്ലിമെന്റ്. 5 എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. u എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് ആരാന്ന് ചോദിച്ചാൽ 5 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. നെക്സ്റ്റ്, ഫോക്കൈ ഓഫ് ദ എലിപ്സ് x² / 25 + y² / 16 = 1. ഈ എലിപ്സിന്റെ ഫോക്കൈയെ കണ്ടുപിടിക്കണം. ഫോക്കൈയുടെ ഫോർമുല ± c0 എന്നാണ്. അപ്പൊ c ഇവിടെ ഉണ്ടോ നോക്കാം. ഇതെന്ന് പറയാൻ a². അപ്പൊ അവിടുന്ന് a യുടെ വാല്യൂ 5. ഇത് b². അവിടുന്ന് റൂട്ട് എടുക്കുമ്പോൾ b യുടെ വാല്യൂ 4. c എന്ന് പറയുന്നത് √a² - b² എന്നാണ്. ദാറ്റ് ഈസ് √25 - 16 √9. നമുക്ക് c യുടെ വാല്യൂ കിട്ടുന്നത് 3 എന്നാണ് കേട്ടോ. ഇതിന്റെ റൂട്ടിനുള്ളിൽ ഇതേ മൈനസ് ഇത് ചെയ്താൽ മതി. റൂട്ടിനുള്ളിൽ 9, ആൻസർ 3 കിട്ടും. ആണെങ്കിൽ ±3 0. അത്രമേ ഉള്ളൂ ഫോക്കൈ. നെക്സ്റ്റ്, ഇഫ് a cross a has 25 elements, then number of elements in the set a. a cross a 25, എയിൽ √25, ആൻസർ ഈസ് 5. എപ്പോഴും ഓർക്കണം, എ ക്രോസ് എയിലെ എലമെന്റ്സുകൾ അറിയാമെങ്കിൽ എയിലെ എലമെന്റ്സുകളെ കണ്ടുപിടിക്കാൻ എ ക്രോസ് എയുടെ റൂട്ട് എടുത്താൽ മതി. എ ക്രോസ് എയിൽ എത്രയാണോ അതിന്റെ റൂട്ട് കേട്ടോ. എ ക്രോസ് എയിൽ 25, അപ്പൊ എയിൽ √25, 5. അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 0, 0 ആൻഡ് ദ ലൈൻ 3x + 4y + 7 = 0. ഇതെന്താ ഒറിജിൻ കേട്ടോ. ഒറിജിനും ഈ ലൈനും നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്നും ഒരു ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് നമ്പറായ 7 റൂട്ടിനുള്ളിൽ 3² + 4² അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ദാറ്റ് ഈസ് = 7 √25. ആൻസർ ഈസ് 7/5. അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 7/√. അപ്പൊ ഇവിടെ കണ്ടോ, ഇതാണ് ഒറിജിനുമായിട്ടുള്ളതാണ് ഈ മെത്തേഡ് കേട്ടോ. വേറെ പോയിന്റ് ആണെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, x1 + by1. ഇവിടെ ഒറിജിനിൽ നിന്നും ഒരു ലൈനായിട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ ആ ലൈനിന്റെ കോൺസ്റ്റന്റിന്റെ ഡിവൈഡ് ബൈ റൂട്ടിനുള്ളിൽ ഈ 3² ഈ 4² ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. 7/5. 11ാമത്തെ ചോദ്യത്തിനോട് കയറുകയാണ്. -5, -2, -6. ഈ 3 ഡയമെൻഷനിലെ പോയിന്റ് എത്രാമത്തെ ഒക്ടന്റിലാണ്? ഇത് 3 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇത് 7th ഒക്ടന്റ് ആണ്. 7ാമത്തെ ഒക്ടന്റ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ?
ഓക്കെ, ഇഫ് n ഓഫ് എ ഈക്വൽ 3 എന്ന് പറഞ്ഞാൽ എയ്ക്കുള്ളിൽ 3 പേരുണ്ട് കേട്ടല്ലോ. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ സെറ്റ് എ ഇസ് 3. ദെൻ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു എ, എയിൽ നിന്നും എയിലോട്ട് തന്നെയുള്ള റിലേഷൻ നമ്പർ എത്ര എണ്ണം ഉണ്ട്? ദാറ്റ് ഈസ് 2 raised to 3 into 3, that is 2 raised to 9. Answer is 512. That's all. Okay. അപ്പോൾ how many relations from a set to another set? ഇവിടെ സെയിം സെറ്റ് എ ടു എ. അപ്പൊ നമ്മൾ 2ന്റെ പവറിൽ ഈ എയുടെ എണ്ണം ഉണ്ടല്ലോ, അത് 2 ടൈംസ് ഇൻഡ് ചെയ്യണം കേട്ടോ. 3 into 3. കാരണം എ ടു എ എന്ന് പറയുമ്പോൾ എയിലെ എണ്ണവും എയിലെ എണ്ണവും ഇൻഡ് ചെയ്യേണ്ടത്. എ ടു ബി ആണെങ്കിൽ 2ന്റെ പവറിൽ എയുടെ എണ്ണവും ബിയുടെ എണ്ണം കൂടി ഇൻഡ് ചെയ്യണം 2ന്റെ പവറിൽ. ഇവിടെ 2 എ തന്നെയാണ്, ഡേ ടു എ ആയതുകൊണ്ട് ഈ 2 ടൈംസ് ഇവിടെ ഇൻഡ് ചെയ്യണം കേട്ടോ. 2 into 3 കേട്ടോ. 2 raised to 3 into 3, 2 raised to 9, 512. നെക്സ്റ്റ്, സെന്റർ ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 the whole square equal to 25. സെന്റർ ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ, ഇവിടെ വൈ മൈനസ് 2 ഉണ്ട്. അപ്പൊ ഇവിടെ 0, 2 ആണ് ഇതിന്റെ സെന്റർ കേട്ടോ. ദാറ്റ് മീൻസ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ കേട്ടോ. ഇവിടെ എച്ചിന്റെ ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് 0, ഇവിടെ കെയുടെ വാല്യൂ ഉണ്ട് 2, ദാറ്റ് ഈസ് 0, 2. നെക്സ്റ്റ്, റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് മൈനസ് 1 the whole square പ്ലസ് വൈ മൈനസ് 2 the whole square equal 36. ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. റേഡിയസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ റൈറ്റ് ഹാൻഡ് റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 36. ആൻസർ ഈസ് 6. അത്രമേ ഉള്ളൂ കേട്ടോ. ഇഫ് എ ഈക്വൽ 5, എ എന്ന് പറയുന്ന സെറ്റ് 5 ആണ്, നൾ സെറ്റ്. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം, സബ്സെറ്റ്സിന്റെ എണ്ണത്തിന്റെ ഫോർമുല 2 raised to n ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ഈ സെറ്റിനുള്ളിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ്. ഈ സെറ്റിനുള്ളിൽ എലമെന്റ്സ് ഇല്ലല്ലോ. നോക്കിക്കേ, 5 എന്ന് പറഞ്ഞ സെറ്റിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ 0 ആണ്. ദാറ്റ് ഈസ് 2 raised to 0 എന്നാണ്. ആൻസർ 1 ആണ്. നൾ സെറ്റിൽ സെറ്റിനുള്ളിൽ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ എലമെന്റ്സിന്റെ എണ്ണം 0. അപ്പൊ 2 raised to n എന്ന് പറയുമ്പോൾ 2 raised to 0. ആൻസർ ഈസ് 1. നെക്സ്റ്റ്, എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഈ ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് ആരാണെന്ന് കേട്ടോ. എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? ഇന്റർസെപ്റ്റ് ഫോം എന്തോ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതിപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 1 പ്ലസ് വൈ ബൈ 1 ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ താഴെയുള്ള നമ്പർ 1 ആയതുകൊണ്ട് എക്സ് ഇന്റർസെപ്റ്റ് എത്ര തന്നെയാണ് മോനെ? 1 തന്നെയാണ് കേട്ടോ. 1. ഓക്കെ. നെക്സ്റ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് 2 sin x പ്ലസ് 3 cos x. 2 sin x ന്റെയും 3 cos x ന്റെയും ഡെറിവേറ്റീവ്, 2 sin x ന്റെ ഡെറിവേറ്റീവ് 2 cos x ആണ് കേട്ടോ. sin x ന്റേത് cos x, 2 sin x ന്റേത് 2 cos x പ്ലസ് 3 cos x ന്റെ വരുമ്പോൾ 3 into മൈനസ് sin x കേട്ടോ. അപ്പൊ 2 cos x, ഈ പ്ലസ് മൈനസോടെ നടുക്ക് മൈനസ് എഴുതിക്കൊണ്ട് 2 cos x മൈനസ് 3 sin x എന്ന് എഴുതാം. നെക്സ്റ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു n, എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പൊ എക്സ് ക്യൂബിന്റേത് 3x റൈസ് ടു 3 മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റേത് 2x റൈസ് ടു 2 മൈനസ് 1. വെറി എക്സിന്റെ ഡെറിവേറ്റീവ് 1 എന്ന് പഠിക്കണം. എല്ലാവരും ഓർത്തോണം കേട്ടോ. വെറി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 1 ആണ്. 5ന്റെ ഡെറിവേറ്റീവ് 0 ബിക്കോസ് 5 is a constant. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് is 0. ഓക്കെ. ആൻസർ വരുമ്പോൾ 3 into x square പ്ലസ് 2 into x പ്ലസ് 1. 0 വേണ്ട കേട്ടോ. നെക്സ്റ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് 1 by x. റിസൾട്ട് ആണ് മൈനസ് 1 by x square. ദാറ്റ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 by x, മൈനസ് 1 by x square. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്, ടാൻ എക്സിന് ഡെറിവേറ്റീവ് പഠിച്ചിരിക്കുക 6 square x. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി പബ്ലിക് എക്സാം വരെ കാണും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഗുഡ് ബൈ.